ഏഞ്ചൽസ്. കൊച്ചി നഗരത്തിൽ തോപ്പുംപടിക്കടുത്തുള്ള പ്യാരി ജംഗ്ഷനിലാണ് ഈ വീട്. കരിങ്കല്ല് കൊണ്ട് തീർത്ത ബലിഷ്ഠവും മനോഹരവുമായ കോമ്പൗണ്ട് വാളിനകത്തായുള്ള 7 സെന്റ് പ്ലോട്ടിൽ 3300 സ്ക്വയർ ഫുട്ട് വിസ്തൃതിയിൽ നിർമ്മിച്ച ഭംഗിയേറിയ ഇരുനില സൗധം. ആരെയും ആകർഷിക്കുന്ന വ്യത്യസ്ത രീതിയിലുള്ള ഈ എലിവേഷൻ ഫീച്ചറിനൊപ്പം സ്പേഷ്യസും മനോഹരവുമായ അകമുറി സജ്ജീകരണങ്ങളും കൂടിയുള്ള ഒരു വീടാണിത്. ഗൾഫ് മലയാളിയായ ശ്രീ നീൽ പൈലിയുടെയും ഭാര്യ സൂസന്റെയും മകൾ ഏഞ്ചലിന്റെയും വീടാണ് ഇത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 1ഉം അപ്സ്റ്റെയറിൽ 3ഉമായി 4 കിടപ്പുമുറികളും ഒപ്പം ലിവിംഗ് ഏരിയ, ഡൈനിങ് ഏരിയ, കിച്ചൺ തുടങ്ങിയ സൗകര്യങ്ങളോടെയും നിർമ്മിച്ച വീട്. വാസ്തുശാസ്ത്രകലയിലെ പലവിധ ശൈലികൾ ഉൾപ്പെടുത്തിയുള്ള ഭംഗിയേറിയ എലിവേഷനും ഏറെ സൗകര്യപ്രദമായ അകമുറികളുമായി ഈ വീട് രൂപകൽപ്പന ചെയ്തത് കൊച്ചിയിലെ മഹേഷ് ആൻഡ് അസോസിയേറ്റ്സിലെ ശ്രീ വി മഹേഷാണ്. തിങ്ങി നിറഞ്ഞ ഒരു ഹൗസിംഗ് കോളനിയിൽ 2 വശത്തും റോഡുള്ള 7 സെന്റ് വരുന്ന ഒരു പ്ലോട്ടിലാണ് സുന്ദരമായ ഈ ഹർമ്മ്യം ശ്രീ വി മഹേഷ് ഒരുക്കിയിരിക്കുന്നത്. ചെറിയൊരു പ്ലോട്ടിൽ ഇങ്ങനെ സാമാന്യം വലുതും ആകർഷകവുമായ ഒരു വീടൊരുക്കി എന്നത് തന്നെയാണ് വാസ്തുകലാപരമായി ഈ വീടിന്റെ മെച്ചം. ഈ വീടിൻ്റെ ഡിസൈനുമായി ബന്ധപ്പെട്ട് മിസ്റ്റർ നീൽ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഫസ്റ്റ് ഞാനൊരു സൈറ്റ് വിസിറ്റ് നടത്തി. കൊച്ചിയിൽ തോപ്പുംപടിയിലായിരുന്നു ഈ പ്ലോട്ട്. നീലിന് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു ഏരിയ ആയിരുന്നു തോപ്പുംപടി. അതിനാലാണ് വീടുകൾ തിങ്ങി നിറഞ്ഞ ഒരു ഏരിയയിൽ തന്നെ നീൽ ഈ പ്ലോട്ട് സെലക്ട് ചെയ്തത്. 2 സൈഡിലും റോഡുകളായിട്ടുള്ള ഒരു കോർണർ പ്ലോട്ടായിരുന്നു ഇത്. അതിനകത്ത് ഒരു 3000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വേണം എന്നായിരുന്നു നീലിൻ്റെ ആവശ്യം. ഏറെ കൺജഷനായിട്ടുള്ള ഒരു പ്ലോട്ട് ആയിരുന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം തന്നെ 3000-ലധികം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് തന്നെയാണ് ഞാൻ ഡിസൈൻ ചെയ്തത്. ഒരു NRI ബിസിനസ്മാന്റെ പ്രൗഢിക്ക് ചേർന്ന വീട് എന്നതായിരുന്നു നീലിന്റെ ആവശ്യം. അതനുസരിച്ച് തന്നെയാണ് മഹേഷ് ഈ വീടിന്റെ ആദ്യ സ്കെച്ച് ഒരുക്കിയത്. നീലിനും സൂസനും ചെറിയ ചില മോഡിഫിക്കേഷൻസ് കൂടിയേ നിർദ്ദേശിക്കുവാനുണ്ടായിരുന്നുള്ളൂ. ഫൈനൽ ഡിസൈൻ തയ്യാറാക്കുന്നതിന് മുമ്പ് മഹേഷുമായിട്ട് ഞങ്ങളുടെ ഡ്രീംസ് ഷെയർ ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂംസ്, ഒരു 4 ബെഡ്റൂംസെങ്കിലും വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ ഡൈനിങ് റൂം, ലിവിങ് റൂം ഒക്കെ നല്ല സ്പേഷ്യസ് ആയിരിക്കണമെന്ന് വളരെ നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ വൈഫിന് പ്രത്യേകിച്ച് വളരെ നിർബന്ധമുണ്ടായിരുന്ന ഒരു കാര്യം കിച്ചൺ വളരെ സ്പേഷ്യസ് ആയിരിക്കണമെന്നായിരുന്നു. അതിനുശേഷം അതിലുപരി ഒരു ചാരുപടിയോടുള്ള വരാന്ത വേണമെന്ന് ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒത്തിണക്കിയാണ് മഹേഷിൻ്റെ ഫൈനൽ ഡിസൈൻ വന്നത്. അങ്ങനെ ഞങ്ങൾ ആ അങ്ങനെയാണ് ഈ വീടിൻ്റെ വർക്ക് മഹേഷിനെ ഏൽപ്പിക്കുന്നത്. ഭംഗിയേറിയ കുറെ എലിവേഷൻ ഫീച്ചറുകൾ നൽകിയാണ് ശ്രീ മഹേഷ് ഈ വീടൊരുക്കിയത്. അതുകൊണ്ട് തന്നെ പ്യാരി ജംഗ്ഷനിലെ മറ്റെല്ലാ വീടുകളിൽ നിന്നും തീർത്തും വേറിട്ട് നിൽക്കുന്ന ഒരു വീട് കൂടിയാണിത്. സ്ലോപ്പിംഗ് റൂഫും ഫ്ലാറ്റ് റൂഫും സമന്വയിപ്പിച്ചുള്ള റൂഫിംഗ് പാറ്റേണോട് കൂടിയതാണ് ഈ വീട്. വീടിന്റെ ഒരു ഭാഗത്ത് സ്റ്റീപ്പായ രീതിയിൽ സ്ലോപ്പിംഗ് റൂഫ് നൽകിയതും അതിനോട് ചേർന്ന് ഒരു ബാൽക്കണി ഉൾപ്പെടുത്തിയതും ഏറെ ആകർഷകം. മറ്റൊരു ഭാഗത്ത് കേർവ്ഡ് ഷേപ്പിലുള്ള ഫ്ലാറ്റ് റൂഫാണ്. അതിനൊപ്പം ചാരുപടികൾ നൽകിയുള്ള അപ്സ്റ്റെയർ ബാൽക്കണിയും ഭംഗിയേറിയ പില്ലറുകളുമൊക്കെ എലിവേഷന്റെ നല്ല ഫീച്ചറുകളാണ്. ഗ്രൗണ്ട് ഫ്ലോറിലെ മുൻവരാന്തയും അതിനോട് ചേർന്നുള്ള പില്ലറുകളും എലിവേഷന്റെ ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്നുണ്ട്. നല്ലൊരു എലിവേഷൻ വേണം എന്നത് നീലിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അതനുസരിച്ച് തന്നെയാണ് നല്ലൊരു എലിവേഷൻ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ വീട് ഞാൻ ഡിസൈൻ ചെയ്തത്. കാരണം ഇതൊരു കോർണർ പ്ലോട്ട് ആയതിനാൽ 2 സൈഡിൽ വ്യൂ ലഭിക്കുന്നതിനാൽ 2 ടൈപ്പിലുള്ള റൂഫിംഗ് പാറ്റേൺ നൽകിക്കൊണ്ടാണ് ഈ വീടിൻ്റെ എലിവേഷൻ നിർവഹിച്ചിട്ടുള്ളത്. അതായത് മെയിൻ റോഡിനെ ഫേസ് ചെയ്തൊരു സ്വിഷ് മോഡലുള്ള സ്ലൈഡിംഗ് റൂഫും സെക്കൻഡ് റോഡിനെ ഫേസ് ചെയ്തൊരു കേരള സ്റ്റൈലിലുള്ള റൂഫിംഗ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇതൊരു കോർണർ പ്ലോട്ട് ആയതിനാൽ ഫ്രണ്ട് നമ്മളുടെ പ്ലോട്ടിനുള്ള ഒരു കർവ് പോലെ വീടിനും ഒരു ചെറിയൊരു കർവ് ഞാൻ നൽകിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ വരാന്ത കർവ് ഷേപ്പിൽ നൽകിയിട്ടുള്ളത്.
പിന്നെ ഈ വരാന്തയ്ക്ക് ഭംഗി നൽകാൻ വേണ്ടി ഞാൻ കൊത്തുപണികളോടുകൂടിയ പില്ലറുകളും ആർച്ചും നൽകിയിട്ടുണ്ട്. താഴത്തെ നിലയിലെ പോലെ മുകളിലും ഒരു ബാൽക്കണി ഞാൻ നൽകിയിട്ടുണ്ട്. ആ ബാൽക്കണിക്കും താഴത്തേതുപോലെ തന്നെ മനോഹരമായ പില്ലറുകളും ആർച്ചും നൽകിയിട്ടുണ്ട്. കൂടാതെ അവിടെ സിറ്റിങ്ങിന് വേണ്ടി ഒരു ചാരുപടിയും നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഈ വീടിനെ വളരെ മനോഹരമാക്കുന്നുണ്ട്. പ്ലോട്ടിനെ ചുറ്റി ഭംഗിയേറിയ കന്മതിലുണ്ട്. കന്മതിലിനെ പകുത്ത് 2 ഗേറ്റുകൾ. ഒന്ന് കാർ പോർച്ചിലേക്ക് തുറക്കുന്ന ഈ വലിയ ഗേറ്റ്, രണ്ടാമത്തേത് വീടിന്റെ ഫ്രണ്ട് ഡോറിന് നേരെയായുള്ള ഈ ചെറു ഗേറ്റും. കാസ്റ്റ് അയണിൽ നിർമ്മിച്ച ഭംഗിയേറിയ നിർമ്മിതിയാണ് 2 ഗേറ്റുകളും. അതിൽ മെയിൻ ഗേറ്റ് ഒരുക്കിയിരിക്കുന്നത് ഓട്ടോമാറ്റിക് സമ്പ്രദായം വഴി അടയ്ക്കുവാനും തുറക്കുവാനും കഴിയും വിധമാണ്. ചെറിയ പ്ലോട്ടാണെങ്കിലും ഭംഗിയേറിയ ഒരു മുറ്റം കൂടി ഈ വീടിനുണ്ട്. പെവുമൻ ടൈൽസ് കൊണ്ടുള്ള ആകർഷകമായ മുറ്റം. മുറ്റത്ത് നിന്ന് കയറാവുന്ന വിധം കേർവ്ഡ് ഷേപ്പിലുള്ള ഒരു ഫ്രണ്ട് വരാന്ത. ഗ്രാനൈറ്റ് ഫ്ലോറിലൊരുക്കിയ നല്ലൊരിടം. വരാന്തയിലുടനീളം കുറെ പില്ലറുകൾ നൽകിയിട്ടുമുണ്ട്. വരാന്തയോട് ചേർന്നുള്ള പുറം ചുമരിൽ ഒറ്റപ്പാളിയിലുള്ള നിരവധി ജനാലകൾ നൽകിയതും ആകർഷകമാണ്. തേക്കിൻ തടിയിലുള്ള മനോഹരമായ ഒരു കലാസൃഷ്ടിയാണ് ഇവിടുത്തെ ഫ്രണ്ട് ഡോർ. മുന്തിരിവള്ളിയും പാനപാത്രവുമൊക്കെ ആലേഖനം ചെയ്ത ഇരുപാളി കതക്. ഈ കതക് തുറക്കുന്നത് ലിവിംഗ് ഏരിയയും ഡൈനിങ് ഏരിയയും സമന്വയിപ്പിച്ച വലിയൊരു ഹാളിലേക്കാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി ഒരുപാട് അതിഥികൾ വന്നാലും അവരെയൊക്കെ ആദരിച്ചിരുത്താവുന്ന വിധം വലിയൊരു ലിവിംഗ് ഏരിയയാണ് ഇത്. കേർവ്ഡ് ഷേപ്പിലുള്ള പുറം വരാന്തയ്ക്കനുസൃതമായി കേർവ് ഷേപ്പിലുള്ള ലിവിംഗ് ഏരിയ. അതിനനുസൃതമായി ക്രമീകരിച്ചതാണ് ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെന്റും. കേർവ് ഷേപ്പിലുള്ള സോഫ സെറ്റി, 1 ഡസനിലേറെ പേർക്ക് ഇരിപ്പിട സൗകര്യമുള്ള സജ്ജീകരണം. ഒറ്റപ്പാളിയിൽ തീർത്ത നിരവധി ജനാലകളും അവയുടെ കേർട്ടൻ വർക്കും ഭംഗിയുള്ള കാഴ്ചയാണ്. ഈ ലിവിംഗ് ഏരിയയുടെ യൂട്ടിലിറ്റി വർദ്ധിപ്പിക്കുവാൻ ഒരു പ്രെയർ ഏരിയയായി കൂടി ഇവിടെ മാറ്റിയെടുത്തിട്ടുണ്ട്. വിശാലമായ മുറിയായതിനാൽ കുറേയേറെ പേർക്ക് പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാവുന്ന ഒരിടം. വുഡിൽ തീർത്ത നല്ലൊരു ഷോക്കേസും ഇവിടം ആകർഷകമാക്കുന്നു. വിവിധ വർണ്ണങ്ങളിൽ മാറി മാറി തെളിയുന്നതും റൊട്ടേറ്റ് ചെയ്യുന്നതുമായ ഒരു ഷാങ്ലിയറും ഇവിടുത്തെ ആകർഷണമാണ്. ഈ ലിവിംഗ് ഏരിയയ്ക്കപ്പുറമാണ് ഡൈനിങ് സ്പേസ്. ഫ്ലോർ ഡിസൈനിൽ ഒറ്റ ഹോളായാണ് രൂപകൽപ്പനയെങ്കിലും ഈ വുഡൻ ഷോക്കേസ് ലിവിംഗ് ഡൈനിങ് ഏരിയകൾക്ക് ഒരു സെപ്പറേഷൻ നൽകുന്നുണ്ട്. അതുവഴി ഡൈനിങ് ഏരിയയ്ക്ക് നല്ല പ്രൈവസിയും ലഭിക്കുന്നു. റൗണ്ട് ഷേപ്പിലുള്ള ആകർഷകമായ ടേബിളാണ് ഡൈനിങ് ഏരിയയിൽ. അതിന് മാച്ച് ചെയ്യുന്ന ചെയറുകൾ, അരികിൽ ഒരു ക്രോക്കറി ഷെൽഫ്. ഇങ്ങനെ ഏറെ ഹൃദ്യമാണ് ഇവിടം. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഞാൻ നൽകിയിട്ടുള്ളത് ലിവിംഗ് റൂം, ഡൈനിങ് റൂം, 2 പാർട്ടായിട്ടുള്ള കിച്ചൺ, 1 ബെഡ്റൂം, സ്റ്റെയർകേസ് എന്നിവയാണ്. ഇതിൽ ഡൈനിങ് റൂമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു സെൻട്രൽ പോയിൻ്റായിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കാരണം ലിവിംഗ് റൂമിലേക്കും ബെഡ്റൂമിലേക്കും കിച്ചണിലേക്കും അപ്സ്റ്റെയറിലേക്കുള്ള എൻട്രി ഒക്കെ നൽകിയിരിക്കുന്നത് ഞാൻ ഈ ഡൈനിങ് റൂമിൽ നിന്ന് തന്നെയാണ്. ആയതിനാൽ മാക്സിമം വെന്റിലേഷൻ ഈ റൂമിൽ ലഭിക്കണം. അതിനുവേണ്ടി ഞാൻ ഒരു വലിയൊരു വിൻഡോ ഡൈനിങ് റൂമിൻ്റെ ബാക്കിലായിട്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ സ്കൈലൈറ്റ് കിട്ടാൻ വേണ്ടി ഒരു പർഗോള റൂഫും നൽകിയിട്ടുണ്ട്. ഈ ഡൈനിങ് ഏരിയയ്ക്ക് ചുറ്റുമായാണ്
ഈ വീട്ടിലെ എല്ലാ മുറികളും, ഈ ലിവിംഗ് ഏരിയ, ഈ കിച്ചൺ, ഈ ഗ്രൗണ്ട് ഫ്ലോർ ബെഡ്റൂം, അപ്സ്റ്റെയറിലേക്കുള്ള ഈ സ്റ്റെയർ കേസ്, എല്ലായിടത്തേക്കും ഇവിടെ നിന്ന് മൂവ് ചെയ്യാം. ആ വിധമാണ് ഇതിന്റെ രൂപകൽപ്പന. ഗ്രാനൈറ്റ് പടികളും സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസും കൊണ്ടുള്ള ഈ സ്റ്റെയർ കേസ് ഏറെ ആകർഷകമാണ്. കേർവ്ഡ് ഷേപ്പിലുള്ള ഭംഗിയേറിയ നിർമ്മിതി. സ്റ്റെയർ കേസിന്റെ നേരെ മുകളിൽ റൂഫിൽ നാച്ചുറൽ ലൈറ്റ് കടന്നുവരാൻ പാകത്തിൽ നല്ലൊരു ഓപ്പണിംഗ് നൽകിയിട്ടുണ്ട്. ഫ്ലവർ ഷേപ്പിൽ നൽകിയ വൃത്താകൃതിയിലുള്ള ഒരു പർഗോള. ഈ വീടിന്റെ 2 നിലകളിലേക്കും ധാരാളം സൺലൈറ്റ് ലഭിക്കുവാൻ ഇത് പ്രയോജനപ്പെടും. ഡൈനിങ് സ്പേസിൽ നിന്ന് എൻട്രി നൽകിയുള്ളതാണ് കിച്ചൺ. മെയിൻ കിച്ചൺ, വർക്കിംഗ് കിച്ചൺ എന്നിങ്ങനെ 2 വലിയ മുറികളായി തിരിച്ച അടുക്കള. അത്യാധുനിക കിച്ചൺ സജ്ജീകരണങ്ങൾ ഏറെയും ഉൾപ്പെടുത്തി ഡിസൈനർ സ്റ്റൈലിലാണ് ഇതൊരുക്കിയത്. ഒരു ഫാമിലി ഡൈനിങ് സ്പേസും കിച്ചന്റെ ഭാഗം തന്നെ. ഗ്രൗണ്ട് ഫ്ലോറിൽ ഈ വീട്ടിലുള്ള ഏക കിടപ്പുമുറി ഇതാണ്. ഡൈനിങ് സ്പേസിനരികെ നിന്നാണ് എൻട്രി. ഇവിടുത്തെ എല്ലാ മുറികളെയും പോലെ സ്പേഷ്യസ് ആണ് ഇത്. വീട്ടിലെ മുതിർന്ന അംഗങ്ങളെ കരുതി രൂപകൽപ്പന ചെയ്തതാണ് ഇത്. ബാത്ത് അറ്റാച്ച്ഡ് ഫെസിലിറ്റിയും വലിയ വാർഡ്രോബുമെല്ലാം ഈ കിടപ്പുമുറിയെ പ്രൗഢമാക്കുന്നു. ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ഞാൻ ഒറ്റ ബെഡ്റൂം മാത്രമേ നൽകിയിട്ടുള്ളൂ. അതിനൊരു കാരണമുണ്ട്. ഇത് 2 സൈഡും റോഡോടുകൂടി 7 സെൻറ്റുള്ള ഒരു പ്ലോട്ടാണ്. ആയതിനാൽ മിനിമം സെറ്റ് ബാക്ക് റോഡിൽ നിന്ന് വിടണം എന്നൊരു നിയമമുണ്ട്. കൂടാതെ താഴത്തെ മറ്റു റൂമുകളെല്ലാം മാക്സിമം സ്പേഷ്യസ് ആവണമെന്നും നീലിന് ഒരു നിർബന്ധമുണ്ടായിരുന്നു. അതിനാലാണ് ഞാൻ താഴത്തെ നിലയിൽ ഒറ്റ ബെഡ്റൂം മാത്രം നൽകിയത്. ഈ വീടിൻ്റെ മറ്റ് 3 ബെഡ്റൂംസ് നൽകിയിട്ടുള്ളത് അപ്സ്റ്റെയറിലാണ്. ഈ വീട്ടിലെ അടുത്ത സൗകര്യങ്ങളെല്ലാം തന്നെ അപ്സ്റ്റെയറിലാണ്. കേർവ്ഡ് ഷേപ്പിലുള്ള ഈ സ്റ്റെയർ കേസ് കയറിയാൽ ആദ്യമെത്തുക അപ്സ്റ്റെയറിലെ ഈ ലിവിംഗ് ഏരിയയിലേക്കാണ്. താഴെ വളരെ സ്പേഷ്യസ് ആയ ഫോമൽ ലിവിംഗ് ഏരിയ ഉണ്ടെങ്കിലും ഫാമിലി മെമ്പേഴ്സിനുള്ള ഒരു എന്റർടൈൻമെന്റ് സ്പേസ് ആയാണ് ഇവിടം രൂപകൽപ്പന ചെയ്തത്. TV, ഹോം തിയേറ്റർ തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഇവിടെയാണ്. ഈ അപ്സ്റ്റെയർ ലിവിംഗ് ഏരിയയുടെ 2 വശത്തുമായാണ് ഇവിടത്തെ കിടപ്പുമുറികൾ. അതിലൊന്ന് ഈ മാസ്റ്റർ ബെഡ്റൂമാണ്. പുറം കാഴ്ചയിൽ സ്ലോപ്പിംഗ് റൂഫ് നൽകി ഒരുക്കിയ ഈ ഭാഗത്തായാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ സ്ഥാനം. വലിയ മുറി, പ്രത്യേക നിറച്ചാർത്ത് നൽകിയ ചുമർ, ക്യൂൺ സൈസ് കട്ടിലും മെത്തയും, വെന്റിലേഷനു വേണ്ടി വലിയ ജനാലകൾ, പിന്നെ വുഡിൽ തീർത്ത ഈ വാർഡ്രോബ്, ഡ്രസ്സിംഗ് ഏരിയ, ജാക്കുസിയും സോനയും നൽകിയുള്ള ബാത്റൂം. ഇങ്ങനെ വളരെ ആഡംബര തികവാർന്ന ഒരു കിടപ്പുമുറിയാണ് ഇത്. മാസ്റ്റർ ബെഡ്റൂമിന് തൊട്ടിപ്പുറത്തുള്ള ഈ മുറിയാണ് ഗസ്റ്റ് ബെഡ്റൂം. കോമ്പാക്റ്റ് ആണെങ്കിലും ഭംഗിയുള്ള കിടപ്പറ. അപ്സ്റ്റെയറിലെ 3ാമത്തെ കിടപ്പറ കിഡ്സ് ബെഡ്റൂമാണ്. നീൽ സൂസൻ ദമ്പതികളുടെ ഏക മകൾ ഏഞ്ചലിന്റെ മുറി. 2 വയസ്സ് മാത്രമേ ഏഞ്ചലിന് പ്രായമായുള്ളൂ എന്നതിനാൽ തൽക്കാലം ഒരു പ്ലേ റൂമായിട്ടാണ് ഇതുപയോഗിക്കുന്നത്. കളിപ്പാട്ടങ്ങളും മറ്റും നിറച്ച ഒരു മുറി. ഭാവിയിൽ നല്ലൊരു കിടപ്പറയാക്കി മാറ്റാവുന്ന വിധത്തിൽ വലിയ വാർഡ്രോബും ബാത്ത് അറ്റാച്ച്ഡ് ഫെസിലിറ്റിയും ഒക്കെ നൽകി തന്നെയാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുറം കാഴ്ചയിൽ കാണുന്ന ഈ ബാൽക്കണിയാണ് ഈ വീട്ടിലെ അടുത്ത സൗകര്യം. ഒരു അപ്സ്റ്റെയർ വരാന്ത എന്ന് പറയാവുന്ന വിധം രൂപകൽപ്പന ചെയ്ത നല്ലൊരിടം. ഗ്രാനൈറ്റ് കൊണ്ടുള്ള ഇൻബിൽറ്റ് സീറ്റിംഗും വുഡൻ ചാരുപടികളും പില്ലറുകളുമൊക്കെ ചേർന്ന് ഇത് ഏറെ ആകർഷകമാണ്. ഏഞ്ചൽസ് നല്ലൊരു വീടാണ്. നീലും സൂസനും സ്വപ്നം കണ്ടതുപോലെ ഒരു വീട്. പ്ലോട്ടിന്റെ പരിമിതികളെ മറികടന്നുള്ള നല്ലൊരു വീട്. വാസ്തുശാസ്ത്രപരമായി
ഈ വീടിനുള്ള സവിശേഷതയും അതാണ്.